നമസ്കാരം. UDF-ൽ പ്രവേശനം കാത്തു നിൽക്കുന്ന PV അൻവറിന്റെ ഇന്നത്തെ ഭാഷയും ശരീരഭാഷയും പലതരം വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നതാണ്. കാലുപിടിക്കാൻ ഇനി താൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞതിനൊപ്പം തന്നെ വേണ്ടിവന്നാൽ മത്സരിക്കാൻ ഇറങ്ങുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു അതിൽ. കോൺഗ്രസും UDF-ഉമാകട്ടെ ഇന്നലെ കാണിച്ച അതേ മുദ്രകൾ തന്നെ ഇന്നും തുടർന്നു. എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം എന്തെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ. എൻ്റെ ജീവന് വല്ല സംരക്ഷണമുണ്ടോ? 4 ഗവൺമെന്റ്മാരുണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? എന്തെല്ലാം ഞാൻ നേരിടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. അത് എന്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനും ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്കല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ. തള്ളാനാണെങ്കിലും കൊള്ളാനാണെങ്കിലും ഇരു മുന്നണികൾക്കും കണ്ടില്ലെന്ന് നടിക്കാനാകാത്ത അൻവറിന് പക്ഷേ നിലമ്പൂരിൽ നിലയുറപ്പിക്കാനായിട്ടില്ല ഇനിയും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ട PV അൻവറിന്റെ പ്രകടനങ്ങൾ വിരട്ടലോ വിലാപമോ എന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ മാത്യു കുഴൽനാടൻ MLA, CPI-ൽ നിന്ന് ഡോക്ടർ P. സരിൻ, BJP-യുടെ ശ്രീ യുവരാജ് ഗോകുൽ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ UDF-ലേക്കുള്ള PV അൻവറിന്റെ പ്രവേശനത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സം, നേതാക്കളിൽ പലരും സാങ്കേതികമായ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പുറമേ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ധൈര്യത്തോടുകൂടി PV അൻവറിന് ഒപ്പം കൂട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം UDF-ന് ഇല്ല എന്നതാണോ? അതായത് ഇപ്പോഴും അവർ പറയുന്നത് UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ആ സ്ഥാനാർത്ഥിയെ കണക്കറ്റ് വിമർശിക്കുന്ന ഒരു സമീപനം PV അൻവർ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരാളെ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF-ഉമായി സഹകരിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ PV അൻവറിന്റെ കയ്യിലിരിപ്പാണോ UDF-ലേക്കുള്ള അൻവറിന്റെ പ്രവേശനത്തിനുള്ള തടസ്സം? ഇനി അതാണ് കാര്യമെങ്കിൽ ഇന്ന് അൻവർ നടത്തിയ പ്രതികരണത്തിന്റെ സൂചന എന്താണ്? ഗോപികൃഷ്ണൻ, വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും, PV അൻവർ UDF പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം സംസാരിക്കേണ്ടത് ഈ രീതിയിലായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം, അദ്ദേഹം ഇടതു മുന്നണിയോട് വിട ചൊല്ലി അല്ലെങ്കിൽ ആ മുന്നണി വിട്ട് മറ്റ് പാർട്ടികളെ കൊണ്ടാക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹം TMCയുടെ ഭാഗമാവുന്നു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന, അതായത് നമുക്കറിയാം നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ പരിഗണനയിൽ 2 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് തുടക്കം മുതൽ തന്നെ. അത് വളരെ വ്യക്തമാണ്. ഒന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, മറ്റൊന്ന് മലപ്പുറം DCC പ്രസിഡൻ്റായ VS ജോയ്, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. ഈ 2 പേരുകളാണ് തുടക്കം മുതലേ പരിഗണിച്ചിരുന്നത്. VS ജോയ്, ഈ 2 പേരുകളാണ് തുടക്കം മുതൽ കോൺഗ്രസ് പരിഗണിച്ചിരുന്നത്. അപ്പോൾ അതിൽ 2 പേരുകളിൽ ആരായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്, ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്, വിജയസാധ്യതയുള്ളവരാണ്. ഈ ഘട്ടത്തിലാണ് PV അൻവർ പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് വേണമെങ്കിൽ തിരക്കഥ എഴുതാൻ പോകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ പോകട്ടെ, അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കില്ല, അദ്ദേഹത്തിന് യാതൊരു സാധ്യതയില്ല, അദ്ദേഹത്തിന് ജനപിന്തുണയില്ല എന്ന രീതിയിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ വല്ലാതങ്ങ് കൊച്ചാക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ എഴുതി തള്ളുന്ന രീതിയിലാണ് ഈ PV അൻവർ സംസാരം തുടങ്ങുന്നത് തന്നെ. ഏതെങ്കിലും ആത്മാഭിമാനമുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അന്തസ്സുള്ള ഒരു മുന്നണിക്ക് ഇങ്ങനെ UDF-ൽ പ്രവേശിക്കാൻ അനുവാദം കത്ത് കഴിയുന്ന, അല്ല അവസരം കത്ത് കഴിയുന്ന, അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാൾ ആ മുന്നണിയും ആ പാർട്ടിയും നിശ്ചയിക്കാനിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, അതിൽ ഒരാളെക്കുറിച്ച് ഇത്രയും മോശമായ തരം താഴ്ന്ന രീതിയിൽ അപഹസിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള വർത്തമാനം നടത്തുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക?
ഇനി അത് അവിടെ വെച്ച് അവസാനിച്ച് പിന്നീട് അദ്ദേഹം അങ്ങനെ കുറച്ച് ദിവസം നിശബ്ദത പാലിച്ചു. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ തലേന്ന് പറഞ്ഞു, ഏത് ചെകുത്താനായാലും കുഴപ്പമില്ല, UDF നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞാൻ പിന്തുണയ്ക്കാം. ആ ചെകുത്താൻ പ്രയോഗം പോലും നല്ല അർത്ഥത്തിലായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ ആരും ഏറ്റുപിടിച്ചില്ല, ആരും അതിനെ ചൊല്ലൊരു വിവാദത്തിന് നിന്നില്ല. അദ്ദേഹം അതൊരു എന്താ പറയുക ആനുഷംഗികമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ഒരു പ്രാസത്തിന് ഒപ്പിച്ച് പറഞ്ഞു എന്ന നിലയ്ക്ക് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം നേരം പുലർന്ന ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നത് എന്താ? ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല, ഷൗക്കത്ത് വിജയിക്കില്ല, ഷൗക്കത്തിന് മണ്ഡലത്തിൽ പിന്തുണയില്ല, അത് ജോയ് മാത്രമാണെങ്കിലേ ജയിക്കുകയുള്ളൂ. അങ്ങനെയുള്ള രീതിയിലേക്ക് പറയുക എന്ന് പറഞ്ഞാൽ അത് ആരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്? സത്യത്തിൽ തലേ ദിവസം ഏത് ചെകുത്താനായാലും ഞാൻ പിന്തുണയ്ക്കും എന്ന് പറയുന്ന അൻവർ പിറ്റേന്നായപ്പോഴേക്കും സ്വരം മാറ്റിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ പരിഹാസവും അതേ ആക്ഷേപവും പറയുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ അവസരമില്ല, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടും, അല്ലെങ്കിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇടതുമുന്നണി നേതാക്കളുമായിട്ട് അദ്ദേഹം എന്താ പറയുക ബന്ധം പുലർത്തി അവരെ പോയി കണ്ടു, വയനാട്ടിൽ വെച്ച് അവരെ കണ്ടു, എന്നിട്ടൊരു ഡീലുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ അതിനകത്തുള്ള പ്രശ്നം, രമേശ് ചെന്നിത്തല പറയുന്നു UDFന്റെ ഭാഗമാകും, കെ സുധാകരൻ പറയുന്നു UDFന്റെ ഭാഗമാകും, UDF കൺവീനർ പറയുന്നു UDFന്റെ ഭാഗമാകും, PV അൻവറിനെ കുറിച്ചാണ്. പക്ഷേ VD സതീശൻ പറയുന്നു അൻവർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും UDFന്റെ ഭാഗമാവുക. അപ്പോൾ ഒരു ഭാഗത്ത് കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, UDFന്റെ കൺവീനർ എന്നിവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ UDFന്റെ കൂട്ടായ ആലോചന ഉണ്ടായ തീരുമാനങ്ങളാണെന്നാണ്. ഇപ്പോൾ അൻവറിന് താങ്കൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ അൻവർ പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് UDFന് പിന്തുണ നൽകി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് വർദ്ധിച്ചത് നിലമ്പൂരാണ്. അവിടെയും തൻ്റെ പിന്തുണ UDFനായിരുന്നു. ഈ മാസം 15-ാം തീയതി എറണാകുളത്ത് വെച്ചൊരു സുഹൃത്തിൻ വഴി VD സതീശനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ, അതായത് UDF പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നും എന്നാൽ പിന്നീട് അത് വേണ്ട, വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ വരുന്നത് പ്രതിപക്ഷ നേതാവ് അൻവർ തീരുമാനിച്ചാൽ വരാമെന്ന് പറയുന്നതാണ്. അതായത് കോൺഗ്രസിനകത്തെയും UDFന്റെയും ഒക്കെ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നു VD സതീശൻ. അതാണ് ഇപ്പോൾ അൻവറിന് തടസ്സമായി നിൽക്കുന്നത്. അതായത് അൻവറിന് UDFിലേക്കുള്ള വാതിൽ അടച്ചു വെച്ചിരിക്കുന്നത് VD സതീശനാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോപീഷ്, അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ PV അൻവറിൻ്റെ തുടക്കം മുതലുള്ള ആവശ്യം, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുത് എന്നതായിരുന്നു. ഷൗക്കത്തിനെ വെട്ടുക എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇടക്കാലത്ത് വെച്ച് ഈ നിലമ്പൂരിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സമാനമായ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ വളരെ മുന്നേറിയതാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം താൻ നടത്തും എന്നൊക്കെ സതീശൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്നൊരു സംശയം വന്നു. അവിടെ വെച്ച് കാര്യങ്ങളൊന്ന് തണുത്തുപോയി, മറ്റു പല വിഷയങ്ങളും മേൽത്തട്ടിലേക്ക് വന്നു, ഈ വിഷയം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി. അതിനുശേഷം ഈ വിജ്ഞാപനം വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിജ്ഞാപനം വന്നതിന് പിന്നാലെ തന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം വരുന്നു. ഈ പറഞ്ഞ അൻവറിൻ്റെ കാര്യത്തിൽ തള്ളുകയോ കൊള്ളുകയോ അക്കാര്യത്തിൽ ഒന്നും പറയുന്നതിന് മുമ്പ് അൻവർ വീണ്ടും ആ ഒരു സാധ്യത അടച്ചു കളയുന്ന രീതിയിലുള്ള പരുഷമായ, വളരെ എന്താ പറയുക UDFനെയും KPCC ഒക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിട്ട് വന്നു. അൻവറിൻ്റെ ഭാഗത്തുള്ളൊരു ന്യായം ഞാൻ പറയുന്നു, അൻവറിന് അവിടെ അത്യാവശ്യം സ്വാധീനം ഇല്ല എന്ന് ആര് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാൻ തയ്യാറല്ല. നിലമ്പൂരിൽ അൻവറിന് സ്വാധീനമുണ്ട്. പക്ഷേ അൻവറിൻ്റെ ആ സ്വാധീനത്തിനപ്പുറത്ത് ഒരു മുന്നണിയുടെയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി ആരാകണമെന്ന് താൻ നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അൻവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ആത്മാഭിമാനമുള്ളൊരു പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഗോപീഷൻ പറഞ്ഞതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം, ഇപ്പോൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ ഒന്നും മിണ്ടില്ലായിരുന്നു. അൻവറിനെ എതിർക്കാൻ യാതൊരു പഴുതുമില്ല, ഒരു എന്താ പറയുക അവസരം ഉണ്ടാവില്ല, ഒരു എതിർപ്പും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ VD സതീശൻ മാത്രം വിചാരിച്ചാൽ നടക്കൂ?
അത് KPCCയുടെ തീരുമാനമാണ്, രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനമാണ്, കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനമാണ്. ഒറ്റ പേര് മാത്രമാണ് എടുത്ത്. അത് VD സതീശൻ്റെ മാത്രം തീരുമാനമാണോ? അല്ലല്ലോ. അത് യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അത് ആ ഒറ്റ പേരാണ് AICCക്ക് എന്നത്. ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ നിന്ന്, KPCCയിൽ നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ സുധാകരൻ്റെയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടെങ്കിൽ ആ ഒരു എതിർപ്പിൻ്റെ സ്വരം AICCയിൽ എത്തില്ലായിരുന്നു. ഇതൊന്നുമില്ലാതെ AICCയിൽ ഒറ്റ പേര് ചെല്ലുന്നു. AICC മണിക്കൂറുകൾക്കൊക്കെ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ ഘട്ടത്തിലൊന്നും സതീശൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തെന്നോ സതീശൻ്റെ സ്ഥാനാർത്ഥിയാണെന്നോ ഒന്നും ഒരു ആരോപണം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അൻവർ ഈ കോലാഹലം ഉയർത്തിയോടുകൂടി അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വരുന്നു. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. ഇന്നലെ വരെ ഒരുവിധ എല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിച്ചത് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന അന്തസ്സുള്ള ഒരു തീരുമാനമാണ് അൻവറിൻ്റെ കാര്യത്തിൽ എന്താ പറയുക കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അൻവർ അല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്. നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്ന ദൗത്യത്തിനപ്പുറത്ത് സ്ഥാനാർത്ഥിയെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം അൻവറിനില്ല. അല്ലെങ്കിൽ UDFും കോൺഗ്രസും നേരിടേണ്ടി വരിക വിധേയൻ. അൻവർ തീരുമാനിച്ചു, അൻവറിന് വിധേയനായി. അൻവറാണ് UDFിനെയും കോൺഗ്രസിനെയും നിയന്ത്രിക്കുന്നതല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് ഇടതുമുന്നണി ഉയർത്തുക. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമീപനം വന്നത് VD സതീശനെ അടിക്കാൻ ഒരു വടി കിട്ടിയ ആഹ്ലാദത്തിലാണോ കോൺഗ്രസിൻ്റെ നേതാക്കൾ? ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ആത്മാഭിമാനം ഉയർത്തിയ നടപടി എന്ന് കോൺഗ്രസിനകത്ത് പൊതുവികാരം ഉയരുകയും ഇന്നായപ്പോഴേക്കും അത് മാറിയിട്ട് അല്ല, ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFിന്റെ കൂട്ടായ തീരുമാനത്തിൽ അവരുടെ വിലയിരുത്തലിൽ അൻവറിനെ പരിഗണിക്കാതെ എടുത്തു. ശരി, അതെടുക്കാമല്ലോ. വലിയ ശക്തമായ മുന്നണി, ഒരു കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അവർക്ക് എടുക്കാം. പക്ഷെ അൻവറിനോടുള്ള സമീപനത്തിൽ ഈ അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഈ സമീപനം എന്നതായിരുന്നു അൻവർ ഉന്നയിച്ച ചോദ്യം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഞാൻ ഡോക്ടർ സരിനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡോക്ടർ സരിൻ, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ഒരു ഇടതുമുന്നണിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ സരിൻ. ഇന്നിപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് 7 ദിവസത്തെ സമയം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത്. സരിൻ, ഈ PV അൻവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് വേണ്ടി വന്നാൽ മത്സരിക്കുമെന്നാണ്. അങ്ങനെ ഒരു സിനാരിയോ ആണോ CPIM അഭിലഷണീയമായി കാണുന്നത്? അതല്ല പിണറായിസത്തെ അവസാനിപ്പിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ഇതിനോടകം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന അൻവർ UDFിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഗോപികൃഷ്ണൻ, നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായ സാഹചര്യം സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് PV അൻവർ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ. അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും കാണുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് മാവ് പൂക്കുന്നതെന്നും മാങ്ങ മൂക്കുന്നതെന്നും പഴുക്കുന്നതെന്നും നോക്കിയിരുന്നു കൊണ്ട് ഏത് ടൈമിങ്ങിലാണ് ഇടതുപക്ഷത്തിന് നേരെ തിരിയേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വയം എടുത്തൊരു തീരുമാനമാണ് ജനുവരിയിൽ രാജിക്കത്തുമായി സ്പീക്കറെ സമീപിച്ചതും സ്പീക്കർ ഒട്ടും താമസമില്ലാതെ തന്നെ ആ രാജി സ്വീകരിച്ചതും അത് അടിയന്തരമായി തന്നെ ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ട് ചെയ്തതും. സ്വാഭാവികമായിട്ടും ആ രാജി സ്വീകരിക്കാൻ ഒരു താമസവും ഇടതുപക്ഷം കാണിച്ചില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഇടതുപക്ഷം PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ MLA ആയിരുന്ന 2 വട്ടം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് ജയിച്ച ആൾ ഉയർത്തുന്ന രാഷ്ട്രീയ വിലപേശൽ, അത് CPMനെയും ഇടതുപക്ഷത്തെയും കളങ്കിതമാക്കിക്കൊണ്ട് 4-5 മാസങ്ങൾ നീണ്ടുനിന്ന നാടകങ്ങൾക്ക് ഒരു വിരാമം എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത് തന്നെയായിരുന്നു CPMന്റെ ഉത്തരവാദിത്ത ബോധം. അതുകൊണ്ട് തന്നെയാണ് ആ രാജി സ്വീകരിച്ചതും അത് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് ചെയ്തതും. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരണത്തിലിരിക്കുന്നവർ അതിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളൊക്കെ കണ്ടവരാണ് നമ്മൾ. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലും BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലും അവർക്ക് അനുയോജ്യമായ രീതിയിൽ, കാരണം രാജി സ്വീകരിക്കേണ്ട ആൾ സ്പീക്കറാണ് എന്നുള്ളത് മുതൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതിന്റെ സാഹചര്യം വരെയുള്ള കാര്യങ്ങളിൽ എന്ത് അമാന്തം വേണമെങ്കിലും വരുത്താമായിരുന്നു. നമുക്കതിനെപ്പറ്റി ഒരു ആശങ്കയും ഇല്ലായിരുന്നു. മാത്രമല്ല അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇലക്ഷൻ വൈകുന്നത് ഇതിനുള്ള കാരണങ്ങളിൽ CPMോ LDFോ അവിടെ പരാജയം ഭയക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. ഞാനിതാ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഇലക്ഷൻ നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളുടെ ഗതികേടാണ് കഴിഞ്ഞ 72 മണിക്കൂറായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ നോട്ടിഫൈ ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഉണ്ടാകണമെന്നും നോ സീറ്റ് ക്യാൻ ബി വെക്കേറ്റഡ് ഫോർ
നോട്ട് മോർ ദാൻ 6 months എന്നുള്ളതുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങളായി മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. ഇപ്പോഴും ഇതാ ഒരു ധൃതിയും കൂടാതെ, ഒരു തിടുക്കവും കാണിക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി കൃത്യമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ദിവസങ്ങൾക്കുള്ളിൽ അത് ഡോക്ടർ സരിൻ, ഞാൻ എന്റെ ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ. അതായത് ഞാൻ ചോദിച്ചത് ഒരു മത്സര രംഗത്തേക്ക് അൻവർ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴുണ്ടല്ലോ, വേണമെങ്കിൽ ഇറങ്ങാം എന്ന്. പക്ഷേ അനുനയത്തിന്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഇടതുമുന്നണി കാണുന്നത് അത് അൻവറിനെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി ഇടതുമുന്നണി നിലമ്പൂരിൽ പരിഗണിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ധാരാളം പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ വന്നിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ സുൽത്താൻ തുടരും, നിലമ്പൂരിൽ അൻവറിൻ്റെ തുടർച്ചയുണ്ടാകും, അൻവറിനെ മഴയത്ത് നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അൻവറിൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ അൻവറിൻ്റെ സമ്മർദ്ദം തന്ത്രത്തിൻ്റെയോ ഭാഗമായി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇടതുമുന്നണി PV അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തെയാണോ കാണുന്നത്, അതല്ല UDF-ന് അൻവറിന്റെ നിരുപാധിക പിന്തുണ എന്നതാണോ? ഏത് സാഹചര്യത്തെ നേരിടാനാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്? നോക്കൂ, ഞാൻ അതിലേക്കാണ് ഗോപി പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് പറയാതെ എനിക്ക് ആ ഒരു ഉത്തരം പൂർണ്ണമാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 4 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരും ഇനി അവസാനത്തെ വർഷത്തിലേക്ക് എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പദ്ധതികളും എന്നുള്ളതിൻ്റെ ഒക്കെയുള്ള വലിയ തിടുക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നതിനെ സ്വാഭാവികമായിട്ട് മാത്രമാണ് ഇടതുപക്ഷം കാണുന്നതും വിലയിരുത്തുന്നതും അതിനെ സമീപിക്കുന്നതും. അവിടെ ആര് മത്സരിക്കുന്നു മത്സരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യത്തെ ഇടതുപക്ഷം രാഷ്ട്രീയമായിട്ട് അതിൻ്റെ ഒരു സാഹചര്യത്തെ മുതലെടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ സമീപിക്കാനോ ആഗ്രഹിക്കുന്നത് പോലുമില്ല. കാരണം അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ അവസരവാദിത്തം കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും ഇനി മറ്റന്നാൾ പറയുന്നതും മുൻപ് പറഞ്ഞിരുന്നതുമായ കാര്യങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്കതിന്റെ വസ്തുത മനസ്സിലാവും. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ബോധ്യം വന്നത് ഞങ്ങൾക്കാണ്, ഇടതുപക്ഷത്തിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവർ എന്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടർ അല്ല. അതൊരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, തീർത്തും പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അത് അൻവറിന്റെ താല്പര്യമാണ്, അൻവറിന് വേണമെങ്കിൽ മത്സരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുകയാണ്. അൻവർ പിണറായിസത്തിനെതിരെ പറഞ്ഞത്, അൻവർ പിണറായിസം എന്നുള്ള വാക്ക് കണ്ടെത്തിയത്, പിന്നീട് അത് മരുമോൻ എന്നുള്ള വാക്കിലേക്ക് മരുമോനിസമാക്കി മാറ്റിയത്, ഇടതുപക്ഷത്തെ താറടിക്കാൻ കാണിച്ചത്, അതിനൊക്കെ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചത്, ഇതിനെയൊക്കെ പൊതുജനം വിലയിരുത്തും. ആ വിലയിരുത്തൽ അൻവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാമല്ലോ എങ്ങനെയെങ്കിലും കയറിക്കൂടി ഇടതുപക്ഷത്തെ തല്ലി തോൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി UDF-ന്റെ ഭാഗമാകാൻ ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. താൻ പറഞ്ഞ വാദങ്ങൾ വിലപ്പോവില്ല എന്നും സരിൻ UDF-ൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് വന്നതുപോലെ അൻവറിനും പൊതുജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ ഒരു കാരണമുണ്ടാകില്ലേ? ഒരു രാഷ്ട്രീയ കാരണമാകാം, വ്യക്തിപരമായ കാരണമാകാം. എന്തായാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഒരു കാരണം അൻവറിനുമില്ലേ? ആ കാരണമുണ്ടെങ്കിൽ അൻവർ അത് ഫൈറ്റ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ബോധ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോന്നും പറയുന്നതെന്നും തുടർച്ചയായി അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടത് എന്നുമുള്ള ബോധ്യക്കുറവ് അൻവറിനുണ്ടാകാം. അൻവർ ധരിച്ചിരുന്നത് ഒന്നും കൂടി ചേർന്ന് രണ്ടായി ഒന്നിനെ മലർത്തിയടിക്കാം എന്നാണ്. അൻവറിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, ഒപ്പം UDF എന്ന് പറയുന്ന സംവിധാനം, ഇതിനെയെല്ലാം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് CPM-നെ അവിടെ തോൽപ്പിക്കാൻ ഒരു അവസരം തെരഞ്ഞെടുപ്പിലൂടെ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ സൃഷ്ടിക്കാമെന്നുള്ള അൻവറിന്റെ ബുദ്ധിയായിരിക്കാം അത്. അൻവർ ആ ബുദ്ധി അനുസരിച്ച് പ്രയോഗിച്ച ആയുധങ്ങൾ അൻവറിനെതിരെ തന്നെ ഇപ്പോ അൻവറിന് തന്നെ വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഡോക്ടർ സരിൻ, സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് സരിൻ. അതായത് അൻവർ എന്ന് പറഞ്ഞിരുന്നത് KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു അൻവർ അങ്ങനെ രാവിലെ പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് KC വേണുഗോപാൽ PV അൻവറിനെ കാണില്ല എന്നാണ്. KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. തൽക്കാലം ചർച്ച വേണ്ട എന്ന നിലപാടിലാണ് KC വേണുഗോപാൽ ഉള്ളത്. പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ച ശേഷം അൻവറുമായി ചർച്ച വേണ്ട എന്നതാണ് KC വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. 24-ന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വരുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക്, രാവിലെ PV അൻവർ പറഞ്ഞിരുന്നത് ഇനി ഏക പ്രതീക്ഷ KC വേണുഗോപാലിലാണ് എന്നതാണ്. KC വേണുഗോപാൽ ഒരുപക്ഷെ PV അൻവറിനെ കണ്ടേക്കും എന്ന ഒരു തോന്നലും ഉണ്ടായിരുന്നു രാവിലെ. പക്ഷെ കാണേണ്ടതില്ല എന്ന് KC തീരുമാനിച്ചോ? എന്താണ് വിശദാംശങ്ങൾ?
ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC അൻവറിനെ കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 3/4 മണിക്കൂറോളമായി KC കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ട്. അൻവറും കോഴിക്കോട് നഗരത്തിലുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ എന്നാൽ KC വേണുഗോപാൽ അൻവറിനെ കാണുന്നില്ല, PV അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാട് KC വേണുഗോപാൽ എടുത്തു എന്നുള്ളതാണ്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ നേതാവിനെ, വലിയ രീതിയിൽ കടന്നാക്രമിച്ച ഒരു നേതാവിനെ തൊട്ട് പിറ്റേ ദിവസം കാണുമ്പോൾ, ചർച്ച നടത്തുമ്പോൾ അത് പാർട്ടി അംഗങ്ങളിൽ, പാർട്ടി അനുഭാവികളിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ദുസ്സൂചന നൽകാൻ ഇടയാക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാൽ ഇത്തരമൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരേ സമയത്ത് VD സതീശനും സണ്ണി ജോസഫും ഒരേ നിലപാടെടുത്തു. ആ നിലപാടിനെ മറികടന്നുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ KC തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇന്ന് കാലത്തും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് PV അൻവർ പറഞ്ഞത് ഇനിയൊരു പ്രതീക്ഷ KC വേണുഗോപാലിനാണെന്നുള്ളതാണ്. പക്ഷേ ആ പ്രതീക്ഷ ഇനി വകയില്ല. കാരണം KC ഇന്ന് PV അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ KC അതേ സമയത്ത്, എനിക്ക് പുറകിലുള്ള ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലിജു എത്തിയിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ DCC പ്രസിഡന്റ് പ്രവീണുണ്ട്, പല പ്രവർത്തകരെയും അദ്ദേഹം കാണുന്നുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വെച്ച് കാണാനുള്ള മതിയായ സമയമുണ്ടായിരുന്നു. പക്ഷേ KC കാണേണ്ടതില്ല എന്ന നിലപാടെടുത്തു. ഗോപി, ദീപക്, ഈ KC വേണുഗോപാൽ നിലവിൽ ഇപ്പോൾ PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം UDF-ലേക്ക് ഇനി PV അൻവർ വേണ്ട എന്നാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ വായനയ്ക്ക് ഇട നൽകുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? അത്തരമൊരു രാഷ്ട്രീയ വായനയ്ക്ക് തന്നെയാണ്, അത്തരമൊരു നിഗമനത്തിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിലെത്താവുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച, അതായത് KC വേണുഗോപാൽ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച പ്രസ് റിലീസിലാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്നു. തൊട്ടു പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു, പ്രതിപക്ഷ നേതാവ് തൊലിയുരിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ്, മാത്രവുമല്ല കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു കൃത്യമായ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരുപക്ഷെ നേരത്തെ LDF-നൊപ്പമുള്ള സമയത്ത് CPM-ൽ നടത്തിയ അതേ നീക്കമാണ് കോൺഗ്രസിൽ ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് KCക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ചില ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം കാണേണ്ടതില്ല. കാരണം ഇന്ന് PV അൻവറിനെ കാണാൻ മതിയായ സമയമുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി KCക്ക് തിരിച്ചടിയാകും. മാത്രവുമല്ല അത് നൽകുന്ന ദുസ്സൂചന അൻവർ വലിയ ആളും അതേ സമയത്ത് സതീശനെ തള്ളിപ്പറഞ്ഞു എന്നുള്ള നിലപാടിലേക്ക് വരും. അത്തരമൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂരിൽ തിരിച്ചടിയാവും. മാത്രവുമല്ല അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കില്ല എന്നുള്ള നിലപാടിലാണ്, എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അല്പം മുൻപ് KCയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇത് കൂടുതൽ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. പക്ഷേ എന്നാൽ KC വളരെ കൃത്യമായി ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് ഇതിൽ ഏറ്റവും ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ UDF ഒറ്റക്കെട്ടായിട്ടാണ് PV അൻവറിന്റെ കാര്യത്തിൽ, അതായത് UDF-ന്റെ തീരുമാനമാണ് താൻ പറഞ്ഞതെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ തന്നെയാണ് മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ, രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ്, UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ്, ഇവരൊക്കെ തന്നെ UDF-ന്റെ ഭാഗമാകേണ്ടയാളാണ് PV അൻവർ എന്ന് പരസ്യമായി പ്രതികരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ അൻവറിനെ മാറ്റി നിർത്തുക എന്നത് VD സതീശന്റെ ഒരു മാത്രം തീരുമാനമായി കാണണമോ? അതിനൊപ്പമാണ് KC വേണുഗോപാൽ എന്നാണോ ഈ കൂടിക്കാഴ്ച നിഷേധിക്കുന്നതിലൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശം? ഗോപി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് KC വേണുഗോപാൽ അൻവറിനെ കാണുന്നില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ഒരു കൂടിയാലോചനയുടെ തുടർച്ചയായാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെ ഇത്രയും കടന്നാക്രമിച്ചതിന് ശേഷം, മാത്രമല്ല K സുധാകരൻ്റെ അടുത്ത നിലപാടും അടൂർ പ്രകാശിൻ്റെ നിലപാടും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ മുകളിലുള്ള ഒരു ഹൈക്കമാൻഡ് പ്രതിനിധി, ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി, ACC ജനറൽ സെക്രട്ടറി കാണുമ്പോൾ അൻവർ അതുക്കും മേലെയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, അതായത് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മുകളിൽ പിടുത്തമുണ്ട് എന്ന സന്ദേശം നൽകും. അത് നിലമ്പൂരിൽ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിന് ഒട്ടും താല്പര്യമില്ല ഈ PV അൻവറുമായുള്ള ചങ്ങാത്തം. അത് UDF-ന് തിരിച്ചടിയാകുമെന്ന് പല വേദികളിൽ അദ്ദേഹം പാർട്ടിക്കകത്ത് അറിയിച്ചതാണ്. മറ്റൊന്ന്, ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിന് ഒട്ടും താല്പര്യമില്ല, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനും താല്പര്യമില്ല. ഇങ്ങനെ താല്പര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി KC വേണുഗോപാൽ നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാണാത്തത്. മറ്റൊരു കാര്യം, മറ്റു പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് അൻവറിന് പ്രതീക്ഷ നൽകുക എന്ന ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച്
മാത്രമായാണ് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കെ.സി. വേണുഗോപാൽ പി.വി. അൻവറിനെ നിലവിലെ സാഹചര്യത്തിൽ കാണില്ല. പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ പി.വി. അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിലെ അനൗചിത്യം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ആ തീരുമാനത്തിലേക്ക്, അതായത് ഒരു കൂടിക്കാഴ്ച വേണ്ട, അത് ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുമാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നൽകുന്ന റിപ്പോർട്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുമായി കെ.സി. വേണുഗോപാൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നാണ് ദീപക് ധർമ്മടം ഈ പുതിയ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളോടൊപ്പം മാത്യു കുഴൽനാടൻ എം.എൽ.എ ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ എം.എൽ.എ, താങ്കൾ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പി.വി. അൻവറുമായി നിലവിലെ സാഹചര്യത്തിൽ ചർച്ച നടത്തില്ല എന്നൊരു തീരുമാനം ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി ശ്രീ മാത്യു കുഴൽനാടൻ പി.വി. അൻവറിനെ തൽക്കാലം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക്, അതിൻ്റെ ഒരു ഏകരൂപത്തിലേക്ക് UDF-ഉം കോൺഗ്രസും ഒക്കെ എത്തുകയാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, UDF-ലേക്ക് വരാൻ വേണ്ടി ഒരു മാസം മുമ്പ് കത്ത് നൽകി കാത്തിരിക്കുന്ന പി.വി. അൻവർ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇനി എന്ത് നിലപാടാണ് ഞാൻ വ്യക്തമാക്കേണ്ടതെന്ന് പി.വി. അൻവറിന്റെ സ്വരത്തിലുള്ളത് വിലാപമാണോ അതോ ധാർഷ്ട്യമാണോ? എങ്ങനെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ താങ്കൾ കാണുന്നത്? ഇതിൽ എനിക്ക് തോന്നുന്നു ഗോപി, നമ്മൾ ഇപ്പം വാർത്തകൾക്ക് ഒരു സെൻസിറ്റിവിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുന്നതും ഈ രാഷ്ട്രീയത്തെ ഒരു പ്രായോഗികമായി സമീപിക്കുന്നതും യഥാർത്ഥങ്ങൾ ജനങ്ങളെ എത്തിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇന്ന് അൻവറിന് കൂടിക്കാഴ്ച നിഷേധിച്ചു എന്ന ഒരു വാർത്ത എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് അങ്ങനെ കൺഫേം ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു പ്രോസസ്സ് വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് സംസ്ഥാന തലത്തിലെ തീരുമാനങ്ങൾ ആദ്യം സംസ്ഥാന തലത്തിൽ ഒരു അഭിപ്രായ ഐക്യമോ ഒരു അഭിപ്രായ രൂപീകരണമോ ഉണ്ടായതിന് ശേഷം അത് ഹൈക്കമാൻഡ് പ്ലേസ് ചെയ്യുകയും ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് അതിൻ്റെ അകത്ത് അവരുടെ ഒപ്പീനിയൻ പറയുകയും അതിന് വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യുകയും അത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടതാണെങ്കിൽ അവർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഒരു പ്രോസസ്സ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് വളരെ കാലമായി കേരളത്തിലെ കോൺഗ്രസ്സിൽ നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഈവൻ സ്ഥാനാർത്ഥി, ഒറ്റ പേര് തീരുമാനിച്ചാൽ തന്നെയും ആ പേര് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിലേക്ക് പോവുകയും ഹൈക്കമാൻഡ് അത് അപ്രൂവ് ചെയ്യും, ചിലപ്പോൾ അത് റീകൺസിഡർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ അൻവറിൻ്റെ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ. അൻവറിൻ്റെ നിലപാട് എന്താണ് എന്ന് അറിഞ്ഞിട്ട് UDF പ്രതികരണം പറയുമെന്ന് UDF നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അല്ലെങ്കിൽ വേണ്ട കൂടിയാലോചന നടത്തിയ ശേഷം ഔദ്യോഗികമായ ഒരു സ്റ്റാൻഡ് കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് എടുത്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും മാറ്റം വരുന്ന അതിനപ്പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അൻവർ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഫർദർ കെ.സി. വേണുഗോപാൽ ഡയറക്റ്റായി അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല ഇവിടെ. കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പൊസിഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹൈക്കമാൻഡ് റെപ്രസെൻറ്റേറ്റീവാണ്. ഹി വോണ്ട് ഗെറ്റ് ഇൻ ടു ഓൾ സില്ലി മാറ്റേഴ്സ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാറ്റേഴ്സും ദൈനംദിന കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ ഇടപെട്ട അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ അഭിപ്രായം മാറ്റുകയോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന പോലെ ചെയ്യുന്ന മോളിൽ എന്ന് പറയുക, അങ്ങനത്തെ ഒരു പ്രക്രിയ ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ കാണല് നിഷേധിച്ചു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം അത് ചിലപ്പോൾ ശരിയായിരിക്കും. ഈ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ശ്രീ മാത്യു കുഴൽനാടൻ. കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഒരു ഡയറക്ഷൻ ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നേതാക്കന്മാരെ പലരും അദ്ദേഹം കൂടിയാലോചനയ്ക്ക് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതൊരു അൻവറിന് കാണാനുള്ള അനുമതി നിഷേധിച്ചു എന്നല്ല, അങ്ങനെയൊന്നും ഞാൻ ശ്രീ മാത്യു കുഴൽനാടൻ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ 1-2 സംശയങ്ങളൊന്നും ഞാൻ താങ്കളുടെ മുന്നിൽ താങ്കൾ പറയണം, അതിൻ്റെ ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. താങ്കൾ പറഞ്ഞത് വാർത്തയുടെ സെൻസിറ്റീവ് സ്വഭാവത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയുന്നതും പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നതും രണ്ടാണ്. എനിക്കും അതിനോട് ഒരു പരിധിവരെ യോജിപ്പുണ്ട്. കാരണം അതേസമയം തന്നെ പല രാഷ്ട്രീയ സന്ദേശങ്ങളും പല രാഷ്ട്രീയ തീരുമാനങ്ങളും പല വരാനിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഒക്കെ സൂചനകൾ വരുന്നത് ഇത്തരത്തിലുള്ള അതിനെ വ്യാഖ്യാനിക്കുക എന്നൊരു ദൗത്യം കൂടി മാധ്യമങ്ങൾക്കുണ്ട്. താങ്കൾ അതിൽ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എന്തിനാണ് കെ.സി. വേണുഗോപാലിനെ പോലെ ഒരാൾ ഇത്തരം സില്ലി മാറ്റേഴ്സിൽ ഇടപെടുന്നതെന്നാണ്.
പി വി അൻവർ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു മുൻ MLA, ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ആൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കൺവീനർ കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയായ പി വി അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാലിനെ പോലെ ഒരു ദേശീയ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടാകും. അതുകൊണ്ട് തന്നെ അൻവർ ഏതെങ്കിലും തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി നൽകുന്നതും നിഷേധിക്കുന്നതിനും വാർത്താ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു സെൻസിറ്റീവ് സ്വഭാവത്തിനൊപ്പം തന്നെ, സെൻസേഷണൽ സ്വഭാവത്തിനൊപ്പം തന്നെ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. താങ്കൾക്ക് യോജിക്കാം, വിയോജിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു, PV അബ്ദുൾ വഹാബിനെ പോയി കണ്ടു, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി പി വി അൻവർ. എന്നിട്ട് ഇതിനെല്ലാം ശേഷം വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിനെ തുടർന്നാണ് പി വി അൻവർ പറയുന്നത്, എൻ്റെ മുഖത്തേക്ക് ചെളിവാരി എറിഞ്ഞിരിക്കുന്നു, ഞാൻ കാല് പിടിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ചവിട്ടുന്നു എന്നൊക്കെയുള്ള പ്രതികരണം. ഇനി എൻ്റെ ഏക പ്രതീക്ഷ KC വേണുഗോപാലാണെന്ന് പറയുമ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചാൽ അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും വാർത്താ പ്രാധാന്യവും ഇല്ലേ? ശ്രീ മാത്യു കുഴൽനാടൻ, എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അല്ല, ഞാൻ അങ്ങയുടെ ആർഗ്യുമെൻറ്റ്സിന് സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KC വേണുഗോപാൽ ഇന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടതാണ്. അദ്ദേഹം PV അൻവറിനോടുള്ള നിലപാട് എത്രയോ ഒരുപക്ഷെ ഒരു സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ച ഹൈക്കമാൻഡിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന നിലയിൽ അദ്ദേഹം കമൻറ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം വളരെ പറയാവുന്നതിൻ്റെ മാക്സിമം ക്ലാരിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്. പിന്നെ എല്ലാ സമയത്തും കാലത്തെ പറഞ്ഞത് ഉച്ചയ്ക്ക് പറഞ്ഞത് വൈകിട്ട് ആവർത്തിക്കുകയോ അല്ലെങ്കിൽ കാലത്തെ പറഞ്ഞ് ഉച്ചയാകുമ്പോൾ മാറും, ഉച്ചയ്ക്ക് പറഞ്ഞ് വൈകുന്നേരം മാറുകയോ ചെയ്യും. PV അൻവർ പറയുന്ന ഇതുപോലെ അല്ലല്ലോ അവരുടെ രീതി. അവർ പറയാനുള്ള പറഞ്ഞു, UDFൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായും വ്യക്തമായും KC വേണുഗോപാൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡ് അടക്കം ആ നില. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കേണ്ടത് സ്റ്റേറ്റിലാണ്. ആ പ്രോസസ്സിൽ അദ്ദേഹം അങ്ങനെ നേരിട്ട് ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല, എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ സാധ്യതയില്ല. കാരണം അത് ഇവിടുത്തെ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനൊപ്പം KC വേണുഗോപാൽ നിൽക്കത്തുള്ളൂ, പാർട്ടി തീരുമാനത്തിനൊപ്പം, മുന്നണി തീരുമാനത്തിനൊപ്പം അദ്ദേഹം നിൽക്കത്തുള്ളൂ. അതല്ലാണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ KC വേണുഗോപാൽ അത് ഡൽഹിയിൽ നിന്ന് മാറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? PV അൻവർ പറയുന്നതിനൊപ്പം അങ്ങനെ പാർട്ടിയും അദ്ദേഹം അതേപോലെ KC വേണുഗോപാലിനെ പോലെ റെസ്പോണ്ട് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നത് അത്ര കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എന്തും പറയാം. അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പോലെ പലർക്കും പല കാര്യങ്ങൾക്കും KC വേണുഗോപാലിനെ സമീപിക്കുന്നുണ്ട്, ശരിയാണ്. കോൺഗ്രസിനകത്തും അല്ലാത്ത പാർട്ടികളിലും ഒക്കെ ആളുകൾ പല കാര്യങ്ങൾക്കും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവരുടെ ആശങ്കകൾ പറയാനും അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് പറയാനും ഒക്കെ KC വേണുഗോപാലിനെ കാണാറുണ്ട്. അത് കാണുന്നതിനൊന്നും ആർക്കും തടസ്സം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം സമയം അനുവദിക്കാതിരിക്കുന്നത് കാണാനും പ്രയാസം ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓരോ ഇഷ്യൂവിൻ്റെയും ഒരു ഗ്രാവിറ്റി അനുസരിച്ചൊക്കെ അല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സെൻസിറ്റിവിറ്റി അതിനുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ലഘുവായി ചോദിക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്കിനെ ഞാൻ ഇത് ചെയ്തതല്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി എയർ യുവർ വ്യൂസ്. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിയാവുന്നവരാണ് ഞങ്ങൾ എന്നതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞതായിട്ട് ഇങ്ങനെ വാർത്തകളിൽ കണ്ടു. K. സുധാകരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് PV അൻവർ പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഒപ്പാണെന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ല എന്ന് K. സുധാകരൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പറഞ്ഞു എന്നുള്ള പോലെ ആവുകയാണ്. അങ്ങനെ അതൊരു ഫെയർ എന്ന് എനിക്ക് തോന്നി. അല്ല, അത് അൺഫെയർ തന്നെയാണ്. എനിക്ക് ശ്രീ മാത്യു കുഴൽനാടൻ, അത് ഐ അഡ്മിറ്റ്, അത് അൺഫെയർ ആണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങളായിരുന്നില്ല ആ നിലയ്ക്ക് വാർത്തയായിട്ട് വന്നത്. അതിലെനിക്ക് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, BJP പ്രതിനിധി. ശ്രീ യുവരാജ്, ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആയിട്ടില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFൻ്റെ സ്ഥാനാർത്ഥി ആകുമ്പോഴും അവിടെ അൻവർ ഫാക്ടർ കടന്ന് വിവാദങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് അവിടുത്തെ ഒരു പ്രതിസന്ധി? BDJS സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മുൻപ് BDJS 2016 സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ 12,000-ലധികം വോട്ടുകൾ നേടുകയും 2021 ആ സീറ്റ് BJP വാങ്ങി മത്സരിച്ചപ്പോൾ അവിടെ വോട്ടുകൾ കുറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BDJS ഇപ്പോൾ ആ സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. BJP ആണെങ്കിൽ അവിടെ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബീന ജോസഫ് എന്ന കോൺഗ്രസിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ
പാട്ടിലാക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അവരുമായി സംഭാഷണം നടത്തി MT രമേശ് എന്ന വിവരങ്ങൾ വരുന്നു. അവരത് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ BJPക്ക് അവിടെ ഒരു സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുക, BJP സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പരിഗണിക്കുകയാണോ, അതോ ആകെ കൺഫ്യൂഷനിലാണോ BJP ഇപ്പോൾ ഈ നിലമ്പൂരിലുള്ളത്? അതാണോ ഇപ്പോൾ ഒരു കണ്ടീഷൻ BJPയുടെ? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ശ്രീ MT രമേശ് ജി തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശ്രീമതി ബീന ജോസഫിനെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വ്യവഹാരവുമായി ഒരു നിയമപരമായ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ കാണാനായിരുന്നു. അത് അവരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി വന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അതൊരു പേഴ്സണൽ കാര്യം അതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമാനം അവരൊരു DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് മാത്രം അതിനകത്ത് കൊടുക്കേണ്ടെന്ന കാര്യമില്ല. മാത്രമല്ല രമേശ് ചേട്ടൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു DCC ജനറൽ സെക്രട്ടറി അല്ലല്ലോ BJPയുടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 2016 BDJS ആണ് മത്സരിച്ചത്. 2021 BJP മത്സരിച്ചു. 2016 BDJS മത്സരിക്കുമ്പോഴാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. BJP മത്സരിക്കുന്ന സമയത്ത് വോട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും BDJS മത്സരിക്കുന്നതായിരിക്കുമോ കൂടുതൽ നല്ലത്. അപ്പോൾ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ നല്ല പ്രകടനം നടത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ആ സാധ്യതകളെ എല്ലാത്തിനും തന്നെ പരിശോധിക്കണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ BDJSുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. BDJS അല്ല NDAയിൽ വേറെയും മുന്നണികളുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവരെ ആരെങ്കിലും തന്നെ വരണോ, അതോ BJP തന്നെ നേരിട്ട് മത്സരിക്കണോ, അല്ല ഇപ്പോൾ ഇടതുപക്ഷവും ഇവിടെ പൊതു സ്വതന്ത്രം നിർത്തണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJP അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് തീർച്ചയായിട്ടും കിടക്കും. അപ്പോൾ ചർച്ചകൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതിനകത്ത് കൺഫ്യൂഷൻ എന്നോ അല്ലെങ്കിൽ BJPക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പമൊന്നോ ആശങ്കയൊന്നോ ഒന്നും അല്ല ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അത് മാത്രമല്ല മറുവശത്ത് BJP പറഞ്ഞോളൂ പറഞ്ഞ ശേഷം ഞാൻ ചോദിക്കാം. അല്ല, മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഫോക്കസ് ചെയ്തത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന വലിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമാണ് BJP കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് നമ്മൾ കൂടുതൽ ഒരു ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ അവിടേക്ക് കൊടുക്കണം എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു ആഗ്രഹമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ BJP വരും, ചിലപ്പോൾ BDJS ആയിരിക്കും, അല്ലെങ്കിൽ NDAയിലെ മറ്റ് ഘടകകക്ഷികൾ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്വതന്ത്രനും ആവാം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി നിൽക്കുന്ന നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJPയുടെ പുതിയ നേതൃത്വത്തിന്, അതായത് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന BJPക്ക് വോട്ട് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിനെ BJP ഭയക്കുന്നത് കൊണ്ടാണോ BDJSൽ സീറ്റ് എടുക്കണം എന്ന ഒരു സമ്മർദ്ദം BJP ചെലുത്തുന്നത്? അങ്ങനെയും ഒരു വായന സാധ്യമാണല്ലോ. അല്ല, അത് വായിക്കുന്നവർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും ഒക്കെ അത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാം. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, BJP ഇപ്പോൾ BDJS മത്സരിച്ചപ്പോഴാണ് 2016 ഏറ്റവും അധികം വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല പ്രകടനം നടക്കണം എന്നുണ്ടെങ്കിൽ അതേ സ്ഥാനാർത്ഥി, അപ്പോൾ ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BDJSന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വരുന്നതായിരിക്കുമോ? അല്ല, ഇപ്പോൾ K. സുരേന്ദ്രൻ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ 17,000-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നവ്യ ഹരിദാസ് മത്സരിക്കുമ്പോഴും 13,000-ലധികം വോട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് അവിടെ വോട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും 10,000-ൽ താഴേക്ക് മാത്രം വോട്ടുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുവാൻ പറ്റുന്ന തലത്തിലേക്ക് ഇപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥി തന്നെ വന്ന് മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വ്യക്തിപരമായ സ്വാധീനവും കൂടി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ്. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. എന്താണ് ഇനി PV അൻവറിന്റെ മുന്നിലുള്ള വഴി? മത്സര രംഗത്തേക്ക് അൻവർ ഇറങ്ങും എന്നത് വെറുതെ പറയുന്നതാണോ, അല്ല UDFിലേക്കുള്ള സാധ്യതകൾക്ക് ഇനിയും കാത്തിരിക്കുകയാണോ PV അൻവർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ UDFിന്റെ വാതിൽ എന്നേക്കുമായി അൻവറിന് മുന്നിൽ കുട്ടി അടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഈ ചർച്ചയിലേക്ക് തിരികെ എത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ മാത്യു കുഴൽനാടൻ. ഇപ്പോൾ ഈ PV അൻവർ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, അദ്ദേഹം പറഞ്ഞത് നേരത്തെ എറണാകുളത്ത് വെച്ചൊരു സുഹൃത്തിനെ VD സതീശനെ കണ്ടു. ഉച്ചഭക്ഷണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് താൻ തന്നെ 2 ദിവസത്തിനകം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാമെന്നുള്ളതാണ്. അതിനുശേഷം ഈ ഒരു സഹകരണ മുന്നണി എന്ന നിലയിലാക്കാമെന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറയുന്നത് തന്നെ ഒരു ബസ്സിൽ ക്ലീനറുടെ കൂടെ നിന്ന് പോകുന്നത് പോലെയാണ്, എങ്കിൽ അതിനും സമ്മതിച്ചു. അങ്ങനെ എല്ലാത്തിനും സമ്മതിച്ച് തലകുലുക്കി നിൽക്കുമ്പോഴും
ഇനി അൻവർ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ എന്ന് വി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വി ഡി സതീശൻ അല്ലെങ്കിൽ തന്നോട് തന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. താങ്കൾക്ക് മനസ്സിലായോ പി വി അൻവർ ഒഴിച്ചു നിർത്തപ്പെടാനുള്ള കാരണം എന്താണെന്ന്? ശ്രീ മാത്യു കുഴൽനാടൻ. ഞാൻ അൻവർ ചോദിച്ചത് അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത്. അതായത് പി വി അൻവർ ഇടതുമുന്നണി വിടുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പിണറായി സ്തുതികളൊക്കെ പോട്ടെ, ഞാൻ നിയമസഭയിലുള്ള സമയത്താണ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അതും എങ്ങനെയെങ്കിലും പോട്ടെ, അതും നമുക്ക് വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മൈൻഡുണ്ട്. അതുമെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇടതുമുന്നണി വിട്ടു, പിണറായിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പിന്തുണച്ചു. ഇതിന് മുൻചെയ്തികളെ ഒന്നും കണക്കിലാക്കാതെ കോൺഗ്രസിൽ നിന്നും ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ അത്രയും മോശവും രൂക്ഷവുമായ ഭാഷയിൽ അദ്ദേഹത്തെ മാത്രമല്ല ബാക്കിയുള്ള നിരവധി നേതാക്കന്മാരെ, ലീഗിൻ്റെ നേതാക്കന്മാരെ, മുസ്ലിം ലീഗ് പാർട്ടിയെ എത്രയോ വട്ടം വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ളതാണ് അപ്പുറം നിൽക്കുമ്പോൾ. എന്നിട്ട് അദ്ദേഹം പിണറായിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് ആ ക്യാമ്പ് വിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പറേ കോൺഗ്രസിൽ നിന്നോ യു ഡി എഫിൽ നിന്നോ ലീഗിൽ നിന്നോ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നോ പരിഹസിക്കുന്നതോ അദ്ദേഹത്തെ എത്തിക്കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു കേവലം ഒരു വാക്കോ വരി കൊണ്ടോ പോലും ഞങ്ങളാരും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ നിന്നില്ല. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ സൈബർ രംഗത്ത് വളരെ തീവ്രമായ നിലപാടെടുക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ പോലും ഈ വികാരമൊക്കെ പേറി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയും ചെയ്ത പാർട്ടിയും മുന്നണിയുമാണ് കോൺഗ്രസും യു ഡി എഫും. എന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ യു ഡി എഫ് അംഗീകരിച്ചു. യു ഡി എഫിലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമർപ്പിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് അപ്രൂവൽ നൽകി. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം അപ്പം തന്നെ ഉണ്ടാക്കിയ ആ ഒരു റെസ്പോൺസ്, ഇനി എന്നിട്ട് ഞാൻ കത്ത് കൊടുത്ത് കാത്തിരിക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതായത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകളിലെ ക്ലാരിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്വഭാവങ്ങളോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി ഒരു മുന്നണി എന്ന നിലയ്ക്ക് നമ്മൾ പുറകോട്ട് വലിക്കും. തീർച്ചയായും ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലാരിറ്റിയുള്ള നിലപാടുകൂടി മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നെ യു ഡി എഫിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കണം ഗോപി ഒന്ന് പറയും? നിങ്ങളിപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ തീരുമാനം എടുക്കും? അങ്ങനെ അൻവറിൻ്റെ ഭീഷണിക്കും ഭയത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി പാർട്ടി തീരുമാനം എടുക്കുന്നില്ല എന്നത് അസന്നിഗ്ധമായി പറഞ്ഞല്ലോ. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൺവേ ചെയ്ത മെസ്സേജ് അതാണ്. അത് പിന്നെ ഞങ്ങൾ CPM-കാർ പറയുന്ന പോലെ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്ന പോലെ ആയിരിക്കില്ല പറയുന്നത്. കോൺഗ്രസ്സിന് കുറച്ചുകൂടി പൊളൈറ്റായിട്ടുള്ള ഭാഷയുണ്ട്, അല്ലെങ്കിൽ യു ഡി എഫിന് കുറച്ചുകൂടി സോബറായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് പറഞ്ഞത് അൻവറിൻ്റെ നിലപാടിൽ ക്ലാരിറ്റി വരുത്തട്ടെ. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ആ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും ഈ മത്സരത്തിൽ ആദ്യം നിലപാട് പറയട്ടെ, പിന്നാലെ പറയൂലോ. ദർ ഇസ് ടൈം. വി ആർ നോട്ട് ഇൻ എ ഹറി. അദ്ദേഹം തിരക്കില്ല എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് തിരക്കില്ല എന്നുള്ളതാണ് മെസ്സേജ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? ഇദ്ദേഹത്തിൻ്റെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. ആ നേച്ചർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ലല്ലോ ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയും ക്യാരക്ടറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചറും ഒന്നും. സോ ദാറ്റ് ഈസ് ആ ഒരു നേച്ചറിലായതുകൊണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് പറയട്ടെ എന്ന് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ആ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അൻവർ നിലപാട് പരസ്യമാക്കാതെ എന്തിന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയണം? ഇനി ഇന്ത്യ അകത്ത് കയറിയിട്ട് തിരിച്ചു പറഞ്ഞാലോ? അദ്ദേഹം പറഞ്ഞു ഞാൻ UDF-നകത്താണ്, പക്ഷേ എനിക്ക് ആര്യാടൻ ഷൗക്കത്തിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ? എന്തിനു വെറുതെ ഞങ്ങൾ വയ്യാവിലെടുത്ത് തലയിൽ വെക്കണം? സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഐ മീൻ പാർട്ടി എടുത്ത നിലപാടിൽ ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനമുണ്ട്. ഒരാളും അതിൻ്റെ അകത്ത് ഇതായിട്ടില്ല. ഇതാണ് കോൺഗ്രസ് എന്ന്. പക്ഷേ ഞങ്ങളാരും CPM-ൻ്റെ ഭാഷയെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഷയെ സംസാരിക്കുക അത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കാണുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ അതൊരു ഇങ്ങനെയല്ല, അവന് വേറെ രീതിയിൽ പറയേണ്ടായിരുന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. നോ, ബട്ട് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെ ഒരു ശൈലി അതാണ്.
ഞാൻ പലർക്കും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കും, പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും. ഈവൻ അൻവർ ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും മോശമായിട്ട് ഇതുവരെ അദ്ദേഹത്തോട് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ UDF-ൽ കയറാൻ നിൽക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ UDF-ൽ കയറാൻ തന്നെ അങ്ങനെ വന്ന KC വേണുഗോപാൽ അദ്ദേഹത്തെ 2 കൈ നീട്ടി പിടിച്ച് കയറ്റിയിരുന്നു വിചാരിച്ചോ? അല്ല, അതായത് ഇൻ ഷോർട്ട് ശ്രീ മാത്യു കുഴൽനാടൻ, വാട്ട് യു ആർ സേയിങ് ഈസ് അൻവർ ഷുഡ് മെൻഡ് ഹിസ് വേസ് എന്നാണോ? അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് അൻവറും ധരിച്ചിട്ടുണ്ടാവും കോൺഗ്രസ് ഏതെങ്കിലും നേതാവിനെതിരെ പറഞ്ഞ് ഒരു നേതാവിൻ്റെ അടുത്ത് പോയവരോ. ഞങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മിഷനിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരമാവധി സീറ്റുകളും പരമാവധി പഞ്ചായത്തുകളും ജയിക്കണം. 2026 കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, UDF-നെ സംബന്ധിച്ച് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. അവിടെ പിണറായി വിജയനെ പരാജയപ്പെടുത്തേണ്ട മുഖ്യ ഉത്തരവാദിത്വവും ദൗത്യവും കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ളതാണ്, UDF-ന്റെ നേതാക്കന്മാർക്കുള്ളതാണ്. ഞങ്ങൾ ആ അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് വഴിമാറ്റിക്കൊണ്ടുപോകാൻ ഞങ്ങൾ താല്പര്യമില്ല. വി വിൽ സ്റ്റേ ഫോക്കസ്ഡ്. ഇപ്പൊ ഞങ്ങളുടെ ഫോക്കസ് മുഴുവൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിലാണ്. ആര്യാടൻ ഷൗക്കത്താണ് UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിലാണ്. ഡോക്ടർ പി സരിൻ, അതായത് പിണറായിസത്തിന് അറുതി വരുത്തുക എന്നതാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള PV അൻവറിന് ഇപ്പോൾ UDF-ന്റെ ഭാഗമാകാൻ കഴിയാതെ നിൽക്കുന്ന ഈ അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ, ഈ അനിശ്ചിതാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന അഭിപ്രായമുണ്ടോ ഡോക്ടർ സരിൻ താങ്കൾക്ക്? ഗോപി, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റ് സൂചിപ്പിക്കുകയുണ്ടായി, ഇടതുപക്ഷത്തിന്റെ ഭാഷയിലല്ല കോൺഗ്രസ് സംസാരിക്കുന്നത്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 9 വർഷമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു നിലപാടേ ഉള്ളൂ, അത് വളരെ വ്യക്തവും കൃത്യവുമായി പറയും. കോൺഗ്രസിനെ പോലെ അഴകുഴമ്പൻ അഭിപ്രായങ്ങൾ പറയുകയോ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന രീതിയിൽ അതിനെ അവസാനിപ്പിച്ച് നിർത്തി വിടുകയോ ചെയ്യുന്ന രീതിയില്ല. പകരം വസ്തുതയുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെ സമീപിക്കും, നിലപാടുകൾ എടുക്കും, ആ നിലപാടുകൾ അസന്നിഗ്ധമായി പറയും. അങ്ങനെ അസന്നിഗ്ധമായി പറയുക എന്നുള്ളത് പൊളിറ്റിക്സിലെ ഒരു ക്വാളിറ്റിയാണ്. നേരെ മറിച്ച് കോൺഗ്രസ് കാണിക്കുന്നത് പോലെ സന്ദിഗ്ധാവത സൃഷ്ടിക്കുകയും പിന്നെ അതിൽ കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരു കൂട്ടർ ഒരു തരത്തിൽ പറയുകയും മറ്റൊരു കൂട്ടർ മറ്റൊരു തരത്തിൽ പറയുകയും ചെയ്യുന്ന ഒരു രീതി ഇല്ലാത്തത് CPM-ന്റെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിയിൽ CPM അഭിമാനിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഗോപി തന്നെ അപ്പോളജറ്റിക് ആയിട്ട് ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു ശ്രീ K. സുധാകരന്റെ വാർത്തയെ മിസ്കോട്ട് ചെയ്തു എന്ന്. ഞാൻ പ്രേക്ഷകരോടും ഗോപിയോടും കോൺഗ്രസ് പാനലിസ്റ്റിനോടും കൃത്യമായി പറയുന്നു, ശ്രീ K. സുധാകരൻ കണ്ണൂരിലോ മറ്റാണെന്ന് തോന്നുന്നു 8-10 മിനിറ്റ് പറഞ്ഞ ആ വാർത്താ ക്ലിപ്പിംഗ് മുഴുവൻ കേട്ടാൽ കൃത്യമായും മനസ്സിലാകും അവിടെ VD സതീശൻ എന്നുള്ള പേര് ഉച്ചരിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി ഉച്ചരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതല്ല. വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പകരം കൂട്ടായ ചർച്ച വേണമെന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ സൂചന അതിൽ ഗോപി പോലും ക്ഷമാപണം നടത്തിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് പറഞ്ഞപ്പോ ആ അർത്ഥത്തിൽ അല്ലല്ല ഞാൻ പറഞ്ഞതേ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പറയൂ, ഞാൻ പറയാം, ബാക്കി കാര്യം ഞാൻ പറയാം. ഗോപി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനപ്പോ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാനത് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷം PV അൻവറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച അൻവർ ഉയർത്തിയ വാദങ്ങളെ നിലമ്പൂരിലെ ജനങ്ങൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അതിന് ഒരുപക്ഷെ നമ്മൾ പറയില്ലേ റഫറൻഡം എന്നുള്ളത് പോലെയൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയുടെ ഒരു സൗകര്യം വന്നു ചേർന്നിരിക്കുമ്പോൾ അവരത് രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തുന്നതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയക്കുഴപ്പവുമില്ല, ആശയ വ്യക്തതയേ ഉള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിലും ആശയക്കുഴപ്പമില്ല. സാഹചര്യങ്ങളുടെ പരിശോധനകൾ നടത്തി മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും അത് കുറച്ച് വൈകിയാൽ പോലും ആ സ്ഥാനാർത്ഥിയുടെ പുറകെ ഈ പാർട്ടിയും മുന്നണിയും ഉണ്ടാകുമെന്നും അല്ലാതെ 4 ആൾ 4 വഴിക്ക് പോകില്ല എന്നുമുള്ളത് ഈ പാർട്ടിക്കുള്ള ബോധ്യം കൊണ്ടാണ്. നേരത്തെ കൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന എന്തോ മിടുക്കാണെന്ന് പറയുകയും ആ മിടുക്കിന്റെ ഗതികേട് പേറുകയും ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ ഭാഗമേ അല്ല. പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയിലാണ് CPM ഈ ഇലക്ഷനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിലേക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്കും സംഘടിതമായി CPM-നെ തകർക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഒരു സൈബർ ഗുണ്ടയെ പോലെയോ ആവർത്തിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തി, എന്തിനേറെ പറയുന്നു അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഇന്ന് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. CPM അംഗത്വത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്വീകരണം 2 മാസങ്ങൾക്ക് മുന്നേ ജില്ലാ സെക്രട്ടറി നേരിട്ട് നൽകി.
എന്തുകൊണ്ടായിരിക്കാം അൻവറിന്റെ കൂടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും അൻവർ പറയുന്നതിലെ ശരികേടുകൾ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇന്ന് അൻവർ തന്നെ ഏറ്റുപറഞ്ഞ പാലക്കാടിലെ മിൻഹാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവം. അദ്ദേഹം ഇന്ന് അടിയുറച്ച ഇടതുപക്ഷത്തിനോടൊപ്പം CPM-നോടൊപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി മാറി. ഇതന്നെയാണ് നിലമ്പൂരിലും സംഭവിച്ചത്. ഒരാൾ പോലും അൻവറിനോടൊപ്പമില്ല. അൻവർ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നതിന്റെ ഒരുപക്ഷെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചു. അത് നടക്കാതെ പോകുന്നതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ലാഭവും നഷ്ടവുമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സംഘടിതമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അൻവർ 20 വർഷങ്ങൾക്ക് മുന്നേ കോൺഗ്രസ് വിടേണ്ടി വന്നത് എന്ന് അൻവറിന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അൻവർ ഈ UDF പ്രവേശനത്തിനും കോൺഗ്രസിന്റെ സമ്മതത്തിനും വേണ്ടി ഇങ്ങനത്തെ വഴികൾ അല്ലായിരിക്കും സ്വീകരിക്കേണ്ടത്. കാരണം അൻവറിനെ കുത്തി പുറത്താക്കിയ കോൺഗ്രസിലെ ശക്തികൾ, മലപ്പുറത്തെ ശക്തികൾ മുഴുവൻ ഇന്ന് അതിലും വലിയ പദവിയിൽ ഇരിക്കുകയാണ്, കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടും മറ്റുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ UDF ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്നുള്ളത് 20 കൊല്ലം മുന്നേത്തെ കോൺഗ്രസ് നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് വരാം. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. സംസ്ഥാന നേതൃത്വം പരിഹരിച്ചോളൂ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ. അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഗോപാൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഡോക്ടർ സരിൻ, ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതായത് ഞാൻ പറഞ്ഞത് അപ്പോളജറ്റിക് ആയത് കെ സുധാകരൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റൻഷൻ, അതായത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊരു ആശയം അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ചോ ഇല്ലയോ എന്നതിലല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാചകത്തെ അടർത്തിയെടുത്ത് ഒരു ഘട്ടത്തിൽ വാർത്ത നൽകിയ സാഹചര്യത്തെക്കുറിച്ചാണ്. അതിലാണ് ഞാൻ അപ്പോളജറ്റിക് ആയത്. അതല്ലാതെ അദ്ദേഹം ഏത് മെസ്സേജാണ് അതിലൂടെ സാഹചര്യത്തിൽ നിങ്ങൾ അപ്പോളജറ്റിക് ആകേണ്ട. ആ സാഹചര്യം അദ്ദേഹം ബോധപൂർവം ആ വാർത്താ സമ്മേളനത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ അപ്പോളജറ്റിക് ആകേണ്ട. അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രോബ്ലം അല്ല. അവസരങ്ങളിൽ കുത്തുകയും കൊള്ളുകയും ചെയ്യുന്ന ആ രീതിയിൽ തന്നെ അവർ തുടരുകയാണ്. അതിന്റെ കൃത്യമായ ഉദാഹരണം തന്നെയായിരുന്നു എന്നാണ് ഞാൻ തിരുത്തുന്നതും ആവർത്തിക്കുന്നതും. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു കോട്ട് ചെയ്ത സമയത്ത് അതിനകത്തൊരു പിഴവുണ്ടായിരുന്നു എന്നതാണ്. ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ് അദ്ദേഹം അങ്ങനെ ഒരു ആശയത്തെ കൺവേ ചെയ്യാൻ ശ്രമിച്ചു ഇല്ല എന്നുള്ള കാര്യത്തിലല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? ഓക്കെ, ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരിച്ചു വരാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഓക്കെ, ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജോർജ് പൊടിപ്പാറ. കുറച്ച് സമയമേ ഉള്ളൂ. തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരുമോ നിലമ്പൂരിൽ? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അവസാനം പറഞ്ഞ ഒരേ ഒരു ആശ്രയം, വിശ്വാസം KC വേണുഗോപാലാണ്. പക്ഷേ അദ്ദേഹം കാണാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം കാണാതിരിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവിനെ എന്താ പറയുക, തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരാളെ അദ്ദേഹം കാണുന്നത് അത്ര നല്ല സന്ദേശമല്ല നൽകുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ വ്യക്തമായി തന്നെ അതിൻ്റെ കാരണങ്ങൾ പറയുകയും ചെയ്തു. ദീപക് ധർമ്മടവും ആ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കണക്കിൽ പോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താവും സംഭവിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ്, സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ് അദ്ദേഹം. അതായത് ഏറ്റവും ഒടുവിൽ KPCC-യും അതുപോലെ തന്നെ AICC-യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം, ആരേടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ എതിർത്തത് വഴി അദ്ദേഹം വിളിച്ചു വരുത്തിയ ദുരന്തമാണിത്. അത് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് പോട്ടെ, പക്ഷേ ആ ഘട്ടത്തിലെങ്കിലും അല്പം കോമൺ സെൻസ് അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചെയ്തത് തികച്ചും രാഷ്ട്രീയമായ തികഞ്ഞ ബുദ്ധിശൂന്യതയാണ്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഈ അൻവർ എപ്പിസോഡിന് എങ്ങനെയാണ് BJP കാണുന്നത്? ശ്രീ യുവരാജ് ഗോകുൽ. അല്ല, ഇത് രണ്ട് മുന്നണികളിലും കൂടെ കുറച്ച് കാലങ്ങളായിട്ട് പർട്ടിക്കുലർലി മലബാർ മേഖലയിൽ നടത്തിക്കൊണ്ടുവരുന്ന നിരുത്തരവാദപരമായ പൊളിറ്റിക്സിൻ്റെ ബാക്കി പത്രം മാത്രമാണ്. ഇപ്പോൾ ലീഗ് കുറെ കാലമായിട്ട് മലബാറിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത പൊളിറ്റിക്സ് ഉണ്ട്, ഒരു റിലീജിയസ് പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് CPM ഈ പറയുന്ന ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ചാടിപ്പോയിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ പലരെയും അതിനകത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവരെ കാരണം CPM-ന് ഇടതുമുന്നണിക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നിരുത്തരവാദപരമായിട്ട് കേരള പൊളിറ്റിക്സിനെ സമീപിക്കുകയും ആ നിരുത്തരവാദപരമായിട്ടുള്ള പൊളിറ്റിക്സ് കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഒരു ബാധ്യതയാണ് ഈ വരുന്ന
ഉപതെരഞ്ഞെടുപ്പും ഈ നടന്നുകൊണ്ടിരിക്കുന്ന അൻവർ എപ്പിസോഡും. ശരി, അവസാന ആശ്രയം എന്ന് PV അൻവർ പറഞ്ഞ KC വേണുഗോപാൽ കാണാൻ വിമുഖത കാട്ടിയാൽ എന്ത് ചെയ്യും എന്നത് അൻവറിന് മുന്നിൽ ഇപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. അതിനുള്ള മറുപടി തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടാകും എന്നാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയാകുമോ എന്നതായിരിക്കും ഒരുപക്ഷെ കേരളത്തിന് മുന്നിൽ ഉയരുന്ന അടുത്ത ചോദ്യം. നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറുകളിലെ നിർണായകമായ നീക്കത്തിനും തീരുമാനങ്ങൾക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.